ഹായ്. അപ്പോൾ നമ്മുടെ ICC 2020 വേൾഡ് കപ്പ് 2024 സൂപ്പർ 8 മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ 8 3 മത്സരങ്ങളാണ് ഓരോ ടീമിനുള്ളത്. ഓക്കെ, അതിൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം 3 2 വിജയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കളി നമ്മൾ കണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനുമായിട്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ 2020 വളരെ നിർണായകമായ ഒരു അട്ടിമറി ടീം തന്നെയാണ്. അട്ടിമറി എന്ന് പറയണ്ട, അവർ ഒരു നല്ലൊരു പ്രോമിനന്റ് ടീം തന്നെയാണ്. അട്ടിമറിയൊക്കെ പണ്ടായിരുന്നു, അവരിപ്പോൾ മെയിൻ ടീം തന്നെയാണ്. ഓക്കെ, കാര്യം അഫ്ഗാനിസ്ഥാന്റെ കാര്യങ്ങൾ അറിയാലോ, അവർക്ക് അവരുടെ രാജ്യത്ത് കളിക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല. അവർ അറിയാലോ, ഒരു പക്ക ഒരു പറയണത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അട്ടിമറി വിജയം എന്നൊക്കെ പറയാമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. എസ്പെഷ്യലി 2020 എന്ന് പറയുമ്പോൾ ഏതൊരു ടീമിനും ഈസി ആയിട്ട് വിജയിക്കാം. ചില ടീമുകൾ, ആദ്യമായിട്ട് കളിക്കുന്ന ടീമുകളൊക്കെ പ്രബലരായ ടീമുകളെ തോപ്പിക്കുമ്പോൾ അട്ടിമറി എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ അമേരിക്ക തോപ്പിച്ച പോലെ അത് വേണമെങ്കിൽ അട്ടിമറിയാന്ന് പറയും. കാര്യം അമേരിക്കയൊക്കെ ക്രിക്കറ്റിലേക്ക് വരുമെന്നുള്ളത് നമ്മുടെ ഏതൊരു സിനിമയിൽ നമ്മൾ ഡയലോഗ് കണ്ട പോലെ, അമേരിക്ക ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ ക്രിക്കറ്റ് കളിയുണ്ട്, ഏത് ടീമാ? അമേരിക്ക എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആള് അമേരിക്ക കളിയുണ്ടല്ലോ ക്രിക്കറ്റേ. അതെ അതെ, കളി നമ്മൾ ആരുമായിട്ടാ? അമേരിക്ക അമേരിക്കയായിട്ട് ക്രിക്കറ്റ്. അമേരിക്ക എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആള് അമേരിക്കയോ? അങ്ങനെ മുഖം കാണിച്ചിട്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, അമേരിക്ക ക്രിക്കറ്റിലേക്ക് വന്നു. കാര്യം 2020 എന്ന് പറയുന്ന ചെറിയ ഫോർമാറ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഏത് ടീമിനും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു സ്പേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ടീമുകൾ വരും. ഇപ്പം നിലവിൽ ഏകദേശം 20 ടീമുകളോളം പങ്കെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ 8 ടീമുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 20 ടീമുകളോളം ആയി. അപ്പോൾ അതിൽ നമ്മൾ തന്നെയാണ് സ്ട്രോങ്. IPL ഉൾപ്പെടെയുള്ള മെയിൻ ഹോം ഗ്രൗണ്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മൾ തന്നെയാണ് സ്ട്രോങ്. ഏകദേശം IPL നിന്ന് തന്നെ നമുക്കൊരു വർഷം ഒരു 2000-3000 കോടിയുടെ ലാഭമാണ് BCCI എന്ന് പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പിൽക്കാലങ്ങളിൽ അമേരിക്ക പോലുള്ള വലിയ ശക്തികൾ ഈ ക്രിക്കറ്റ് പഠിച്ചത് കൊണ്ട് തന്നെ അവർ ഇത് കൈയടക്കാനും കയ്യേറ്റം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. IPL പോലെ വേറൊരു APL വരാൻ സാധ്യത ഇല്ലാണ്ടില്ല. ഓക്കെ, 2000-3000 കോടി എന്നൊക്കെ 2-3 മാസം കൊണ്ടൊക്കെ ടേൺ ഓവർ വരുന്നെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ബിസിനസ് ഈ ലോകത്തുണ്ടോ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയുന്നില്ല, നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം സൂപ്പർ 8 മത്സരങ്ങളാണ് നടന്നിട്ടിരിക്കുന്നത്. ഇന്ത്യ ആദ്യത്തെ 3 മത്സരങ്ങളിൽ എല്ലാ ടീമിനും 3 മത്സരങ്ങളുണ്ട്. അതിൽ ഈ 2 നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് കളി വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു, അത് നമ്മൾ ജയിച്ചു. അടുത്ത കളി ഇന്നുണ്ടായിരുന്ന കളി ബംഗ്ലാദേശിനെതിരെയാണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പ്രബലരായ ഒരു ടീം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനും പ്രബലരല്ലാത്ത ടീമൊന്നുമല്ല. കാര്യം അഫ്ഗാനിസ്ഥാൻ്റെ ഒരു കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ ടീം അവർക്ക് കളിക്കാൻ ഭയങ്കര സ്പിരിറ്റാണ്. ആ രാജ്യത്തെ ആരാധകർക്കും ഭയങ്കര സ്പിരിറ്റാണ്. പക്ഷേ അവിടെയുള്ള നിയമം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു താലിബാൻ എന്ന് പറഞ്ഞ അവരുടെ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് ടീം എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് അവരുടേതായിട്ടുള്ള റിലീജിയസ് ബേസിലുള്ളതാണ്. അപ്പോൾ അവിടെ ഗെയിമുകൾക്കൊന്നും പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് അവർക്ക് അഭയം കൊടുത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ കൊടുത്ത് ഇന്ത്യയുടെ B ടീം എന്ന് തന്നെ പറയാം അഫ്ഗാനിസ്ഥാൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ചലനങ്ങൾ കാണാം. അവർ നമ്മളെ ഒരു ബ്രദർലി ഹുഡ് പോലെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവിടെ BCCI ആണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ B ടീമായിട്ടുള്ള കളിയായിരുന്നു. നമ്മൾ അവരെ തോപ്പിച്ചു. ഇന്നല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ അവരെ തോപ്പിച്ചായിരുന്നു. ഇന്ന് ബംഗ്ലാദേശായിട്ടുള്ള കളിയായിരുന്നു. അപ്പോൾ നമുക്ക് 192 റൺസാണ് നമ്മൾ ഫസ്റ്റ് സ്കോർ ചെയ്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ ആ കളിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതുവരെയുള്ള ടൂർണമെൻറ്റുകൾ, ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് എവിടെയാണെന്നറിയാമല്ലോ, അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും കാനഡയിലൊക്കെ ആയിട്ടാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളി ഏകദേശം എല്ലാ ടൂർണമെൻറ്റുകളും ഈ സമീപകാലത്ത് നടന്ന എല്ലാ ഫസ്റ്റ് സെറ്റ് ടൂർണമെൻറ്റുകളെല്ലാം നടന്നിരിക്കുന്നത് അത്യാവശ്യം ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചുകളാണ്. പക്ഷേ ഇന്ന് ഈ സൂപ്പർ 8 മത്സരങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് കുഴപ്പമില്ലാത്ത ബാറ്റിംഗ് പിച്ചുകളാണ്. അതിൻ്റെ സൂചനകളെന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ബാറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ ടോസ് നമുക്കല്ലായിരുന്നു, ബംഗ്ലാദേശിനായിരുന്നു ടോസ്. അവരെന്തുകൊണ്ട് ബോളിംഗ് എടുത്തെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. സാധാരണ ബാറ്റിംഗ് പിച്ച് എന്ന് പറയുമ്പോൾ ബാറ്റിംഗാണ് എടുക്കാറുള്ളത്. ഇനി 2020 നിയമം വേറെയാണെന്ന് അറിയില്ല, എങ്കിലും അവർ നമ്മളെ ബാറ്റിങ്ങിന് അയച്ചു. നമ്മുടെ ഓപ്പണേഴ്സ് എന്ന് പറയുന്നത് നല്ല ശക്തരായ ഓപ്പണേഴ്സാണ്, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലെയേഴ്സാണ്. വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ ഹൈലി ടാലൻറ്റഡ് പ്ലെയറാണ്. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിലൂടെ ആ ടാലൻറ്റിലേക്ക് എത്തിയൊരു പ്ലെയറാണ്. രണ്ടുപേരും ക്ലാസ് ആൻഡ് മാസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ,
അപ്പം വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ഈ ടൂർണമെന്റിൽ ഈ വേൾഡ് കപ്പിൽ മാത്രമാണ് പുള്ളിനെ ഓപ്പണറായിട്ട് പരീക്ഷിച്ച് തുടങ്ങിയത്. അതിൻ്റെതായ പ്രശ്നങ്ങളാണോ പുള്ളിക്ക് ആ സ്ഥാനമാനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അതായത് പിച്ചിന്റെ സ്വഭാവം കൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി ഒരു ക്ലാസ് പ്ലെയർ ആയതുകൊണ്ട് പുള്ളി ഒന്ന് വാമപ്പായി വരുമ്പോൾ സമയം എടുക്കും, അല്ലാണ്ട് വെറുതെ പോയി കളിച്ച് അങ്ങനെ ഒരു ശൈലിയല്ല മൂപ്പരുടെ. രോഹിത് ശർമ്മ എന്ന് പറയുമ്പോൾ ഏത് കണ്ടം കളിയിലായാലും ഏത് ഉറക്കത്തിൽ നിന്ന് എണീച്ച് ബാറ്റ് കൊടുത്താലും പുള്ളി അടിക്കും. കാര്യം പുള്ളിക്ക് ഒരു ടാലന്റ് ഉണ്ട്, ജന്മനാ ഒരു വാസനയുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് ടാലന്റും സ്കില്ലും ആയിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ പുള്ളി എല്ലാ കളിയിലും അത്യാവശ്യം കളിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ ഓപ്പണേഴ്സ്, സാധാരണ നമ്മുടെ ഓപ്പണേഴ്സ് എന്ന് പറയുന്നത് 20 റണ്ണെത്തുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരാൾ വിക്കറ്റ് പോകുന്നതാണ്. സാധാരണ കോഹ്ലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു 40-50 റൺസൊക്കെ എത്തിയിട്ടുണ്ട് 3-4 ഓവറൊക്കെ ആയപ്പോൾ. അപ്പോൾ നല്ലൊരു ശുഭ സൂചനയായിരുന്നു നമുക്ക് ഈ പിച്ച് തന്നത്. ഔട്ട് പിച്ച് ഓക്കെയാണ്, ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അതുകൊണ്ട് തന്നെ 3 ഓവറൊക്കെ ആയപ്പോൾ നമ്മൾ 40 റൺസിനടുത്തൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. ഞാൻ വിചാരിച്ചത് ബംഗ്ലാദേശിൻ്റെ കളസം കീറുമെന്ന് വിചാരിച്ചത്, പക്ഷേ കളസം കീറി, പക്ഷേ ഓപ്പണേഴ്സിലൂടെ അല്ല കീറിയെന്നുള്ളൂ. അപ്പോൾ രോഹിത് ശർമ്മ സിക്സൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. രോഹിത് ശർമ്മ 6 റൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു 6 ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ശൈലിയാണ് മൂപ്പര് കീപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോയി. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എന്ന് പറയുന്നത് നല്ലൊരു 6ഒക്കെ നമ്മുടെ ഷക്കീബ് അൽ ഹസനെ, ലോക നമ്പർ 1 ഓൾറൗണ്ടറൊക്കെയാണ്, സ്ട്രെയിറ്റ് ഒരു തൂക്കിയായിരുന്നു. നല്ലൊരു 6 ആണ് പോയത്. അതിനുശേഷം പുള്ളി അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് പുള്ളിയുടെ നമുക്ക് ആ ഷോട്ടുകൾ കാണുമ്പോൾ അറിയാം അത് വേണമെങ്കിൽ അടിക്കാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളി ആവശ്യമില്ലാണ്ട് അതായിട്ട് കയറി അടിച്ചു. അത് ടൈമിങ് പാളിപ്പോയെന്നൊക്കെ മൂപ്പർക്ക് മനസ്സിലായി. എന്നിട്ട് മൂപ്പർ അതായിട്ട് വീശിയത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെ വീശുമ്പോഴൊക്കെ ആയിരിക്കും മൂപ്പർക്ക് 2, 3, 4 6 ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ വീശിൽ ഇവിടെയും പുള്ളി മുടക്കിയില്ല, വീശിയപ്പോൾ പാളിപ്പോയെന്നേ ഉള്ളൂ. പുള്ളിയുടെ ഫുഡ് വർക്ക് ഇളകിപ്പോയി. ഫുഡ് വർക്ക് ഇളകിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫുഡ് വർക്ക് കാണുമ്പോൾ അറിയാം. ഫുഡ് വർക്ക് ഇളകിക്കഴിഞ്ഞാൽ, ബേസ് ഇളകിക്കഴിഞ്ഞാൽ ഏതൊരു ബാറ്റ്സ്മാൻ്റെയും ഷോട്ടുകൾ പിന്നെ കൺട്രോൾ അല്ലാണ്ട് വരും. അതുകൊണ്ട് തന്നെ എഡ്ജ് കയറി അവിടെ സ്ലിപ്പല്ല മിഡ് ഓഫിലേക്ക് ക്യാച്ച് പോയി. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ ചങ്ക് മുത്ത് വന്നിരിക്കുന്നത്. മുത്ത് വലിയ ആക്സിഡൻ്റ് ഒക്കെ തരണം ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം നല്ല കളിയാണ് കളിച്ചിട്ടിരിക്കുന്നത്. അല്ല, പിന്നെ ഋഷഭ് പന്തിൻ്റെ കേസ് അറിയാലോ, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലേയേഴ്സിന് ബോളേഴ്സിനെതിരെയൊക്കെ നിസാരമായിട്ട് തൂക്കുന്ന, ഒരു പേടിയില്ലാണ്ട് ബാറ്റ് വീശുന്ന ഒരു ചങ്ങായിയാണ് ഋഷഭ് പന്ത്. ആള് ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള സഞ്ജു ഫാൻസ്, നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളൊന്നും ഋഷഭിനെ അംഗീകരിക്കില്ല. സഞ്ജു ആണ് വലുത്, കളിയും കാണത്തില്ല, ഒരു തേങ്ങയും അറിയത്തില്ല, വെറുതെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് കുറേ ഫാൻസുകാരും ഉണ്ട്, കുറേ നിരീക്ഷകന്മാരും ഉണ്ട് ഇവിടെ. മനസ്സിലായോ? ഋഷഭിൻ്റെയൊക്കെ ആ ഏരിയയിൽ വരാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും സഞ്ജുവിന് ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ കേസ് കൊടുക്കുക, അതേ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഋഷഭ് അവിടെ കയറി വന്നു. ഋഷഭ് ആസ് യൂഷ്വൽ നല്ല രീതിയിൽ കളിച്ച് വന്നു. ഏകദേശം നല്ല രീതിയിൽ ഗ്രിപ്പൊക്കെ കിട്ടി. ആൾ കയറി പോകുമെന്ന് വിചാരിച്ച സമയത്ത് നല്ലൊരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ്. അതിപ്പോൾ ഇന്നത്തെ ഒരു കളീൻ്റെ പ്രത്യേകത, ഫോമായ ആൾക്കാരൊക്കെ ആദ്യം ഔട്ടാവുമായിരുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മ ഔട്ടായി, രോഹിത് ശർമ്മ ടച്ച് കിട്ടി. അതിനുശേഷം കോഹ്ലി തൻ്റെ കരവിരുത് ഉപയോഗിച്ച് തുടങ്ങി. അത്യാവശ്യം സ്ട്രെയിറ്റ് 6കളും അല്ലെങ്കിൽ ലോങ് ലെഗിലേക്ക് ഒരു 6 പോകുന്നുണ്ടായിരുന്നു, മിഡ് ഓണിലേക്ക് ഒരു 6 പോകുന്നുണ്ടായിരുന്നു. കോഹ്ലി ഏകദേശം 3 6 അടിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള, ഞാൻ വിചാരിച്ചു കോഹ്ലിയിൽ നിന്ന് ഒരു 50 അടിക്കുന്നു. കാര്യം ചില കളിക്കാർ ബാറ്റിംഗ് തുടങ്ങുമ്പോഴേ നമുക്കറിയാം അവരുടെ കരുതലുകൾ, അവരുടെ ഷോട്ടിൻ്റെ പെർഫെക്ഷൻ കാണുമ്പോഴേ അറിയാം ഇന്ന് അവരുടെ ദിവസമാണെന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെ നടന്നില്ല. കോഹ്ലി കയറി അടിച്ച് നോക്കി, ആത്മവിശ്വാസം കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, കയറി അടിച്ച് നോക്കി, ആ ബോളിൽ വിക്കറ്റ് പോയി. ഈ അടി തുടങ്ങിക്കഴിഞ്ഞാൽ ചില ബാറ്റ്സ്മാൻമാർക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോഹ്ലിക്കൊന്നും ആവശ്യമില്ല, ചില ബാറ്റ്സ്മാൻമാരുടെ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ ഞാൻ കണ്ടിരിക്കുന്നത് സേവാഗ്, സച്ചിനും ആ ഒരു പ്രശ്നമുണ്ട്. സച്ചിൻ ഞാൻ കണ്ടില്ല ഏറ്റവും ഒരു ഒബ്സഷനായിട്ട് അതിനകത്ത് കാണുന്നത് ദിനേശ് കാർത്തിക് ഒരു 2 ബോൾ കണക്ഷൻ കിട്ടി, അടുത്ത ബോളെ ഉടായ്പ കളിയൊക്കെ ബാറ്റൊക്കെ വീശും. ഉടായ്പ രീതിയിൽ പുള്ളിക്ക് അറിയാൻ മേലാത്ത ഷോട്ടുകളെ പുള്ളി അതിൽ പരീക്ഷിക്കും. ചിലപ്പോൾ IPL കിട്ടുന്നുണ്ടാകുന്ന റൺസ് അതും വെച്ച് പുള്ളി ഇന്റർനാഷണൽ കളിയിലൊക്കെ പ്രയോഗിക്കും. സീപ്പ് ഷോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ സീപ്പ് ഷോട്ടൊന്നും എല്ലാ പിച്ചിലും കയറി കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2 ബോൾ അടിച്ചു, ഇപ്പോൾ ഓക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 2 ബോൾ അടിച്ചു, 3ാമത്തെ ബോളിൽ 4 അടിച്ചു, ഒരു ബോളർക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ബോളും നമ്മൾ ആ ആധിപത്യം സ്ഥാപിച്ചു. ഇനി അവൻ മാനസികമായിട്ട് തളർന്നു, ആ ബോളർ മാനസികമായിട്ട് തളർന്നു. ഇനി നമുക്ക് അറിയാൻ മേലാത്തൊരു ഷോട്ട്, മറ്റേ ഇന്നസെന്റ് ടീനത്ത് കാണിക്കുന്ന പോലെ, കല്യാണരാമൻ്റെ കാണിക്കുന്ന പോലെ, ഇപ്പം എങ്ങോട്ടോ കൊണ്ടുപോകണേ മറ്റേ അടുപ്പിൽ വെക്കാൻ, അപ്പം ചൂടെടുക്കുകയല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാൽ അവിടെ നിൽക്കും, ഒരു സ്റ്റെപ്പും കൂടി കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തിരിഞ്ഞ് കാണിക്കുന്ന പോലെ ആ പരിപാടിയൊന്നും ക്രിക്കറ്റിൽ നടക്കില്ല. ബോളർമാരൊന്നും വെറുതെ ഉണ്ടാക്കന്മാരല്ല, അവരെറിഞ്ഞിടും. ഓക്കെ, 2 ബോൾ അടിച്ചു, 3ാമത്തെ ബോളിലും അടിച്ചു, 4ാമത്തെ ബോളിൽ നമുക്ക് തോന്നിയ വാസം ഷോട്ടുകളൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ
ആ സമയത്ത് കൺട്രോൾ ചെയ്യുക, മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ അത് കൺട്രോൾ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു കളിക്കാരാണ് ധോണി, ഗംഭീർ. ഗംഭീറും ധോണി എന്തുകൊണ്ട് മെയിൻ കളികളിൽ കളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാര്യം. അവരങ്ങനെ എല്ലാ ബോളേയും കയറി വെറുതെ പൊണ്ണത്തരം ഷോട്ടൊന്നും കാണിക്കാൻ പോയില്ല. ഈവൻ യുവരാജ് പോലും വെറുതെ പൊട്ട ഷോട്ടുകളൊന്നും കാണിക്കാൻ പോയില്ല. 2 ബോൾ കളിച്ചു, 3ാമത്തെ ബോളും കളിച്ചു. അടുത്ത ബോളിൽ അവർക്ക് അറിയാം, ഒരു ബോൾ അനുസരിച്ച് കളിക്കുള്ളൂ. ഈവൻ സച്ചിൻ പോലും അങ്ങനെയല്ല. സച്ചിൻ 2 അടിച്ച് 3ാമത്തെ എന്ന് പറയുമ്പോൾ ബോളർക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ച് സച്ചിൻ പിന്നെ അതിൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. പക്ഷേ ബാക്കി ചില കളിക്കാരൊക്കെ, ദിനേശ് കാർത്തികൊക്കെ എന്ത് കണ്ടിട്ടാണ് അത് കളിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അങ്ങനെയാണ് ആ കളി പോകുന്നത്. അപ്പോൾ പന്ത് കളിച്ച് നല്ല രീതിയിലൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 ബോൾ, ഒരു ബോളിൽ പന്ത് ഔട്ടായ ബോളെന്ന് പറയുന്നത് ഒരു ഓവറിൽ തന്നെ 6ഉം 4ഒക്കെ അടിച്ചു. അതിൻ്റെ അടുത്ത ബോൾ റിവേഴ്സ് സ്വീപ്പ് എന്തിന് കളിക്കാൻ പോകുന്ന എനിക്ക് ഇപ്പോഴും തോന്നല്ല. റിവേഴ്സ് സ്വീപ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. പന്ത് ഓൾറെഡി ഫോമാണ്, പന്ത് നിന്ന് കഴിഞ്ഞാൽ റൺസും വരും. പിന്നെ എന്തിനാണ് ആ ഒരു സമയത്ത് അത് കളിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ കളിച്ച് ഓക്കെ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ അത് എടുക്കേണ്ട കാര്യമുണ്ടെന്നുള്ളത് സംശയമാണ്. വിക്കറ്റ് പോയി. ശേഷം ശിവം ദുബൈയുടെ കാര്യം ഫുഡ് ഒന്നും ഇല്ലാത്തൊരു ചങ്ങായാണ്, പക്ഷെ അടിക്കും. ഷോർട്ട് ബോളൊക്കെയാണെങ്കിൽ പിന്നെ പറയണ്ട. IPL എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ സഞ്ജു സാംസൺ കളിക്കുന്നത് കൂടുതലും ഷോട്ടുകളെന്ന് പറയുന്നത് ഷോർട്ട് ബോളാണ് കളിക്കുന്നത്. ശിവം ദുബെ അങ്ങനത്തെ ഒരു ബാറ്റ്സ്മാനാണ്. ശരിക്കും അത്യാവശ്യം നല്ല ബ്രില്യൻ്റ് ആയ ഒരു ടീം ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. എസ്പെഷ്യലി ഓസ്ട്രേലിയനെ പോലുള്ള സ്പീഡ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടീമാണെങ്കിൽ ഓപ്പോസിറ്റ് വന്നെറിയുന്നതെങ്കിൽ ശിവം ദുബേനെ ഒരാൾക്ക് പണി കിട്ടും. ക്വാളിറ്റി ഇല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഫുഡ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് സ്പിന്നിനെയാണ് അവർ ആ സമയത്തൊക്കെ മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റ്സ്മാരെയൊക്കെ തുരത്താൻ വേണ്ടി ഒരു സ്പിന്നിനെയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ശിവം ദുബൈക്ക് ഒരു 3 6 ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇന്ന് കുഴപ്പമില്ലാതെ 30-35 റൺസൊക്കെ മൂപ്പർ എടുത്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ നമ്മുടെ വിശ്വാസത്തിൽ, ഞാൻ ഈ വേൾഡ് കപ്പിൽ നമ്മുടെ ഇതുവരെയുള്ള ബാറ്റിംഗ് ഓർഡർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഒന്നാണ് ഈ പ്രാവശ്യം 2020 ഇന്ത്യ ഇറക്കിയിരിക്കുന്നത്. കാര്യം കോഹ്ലി, രോഹിത് ശർമ്മ ക്വാളിറ്റി പ്ലേയേഴ്സ് ആദ്യം ഇറങ്ങുന്നു, ഋഷഭ് പന്ത് ഇറങ്ങുന്നു, 3ാമത് ദുബെ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സൂര്യകുമാർ ഇറങ്ങുന്നു. സൂര്യകുമാർ എന്ന് ഏകദേശം ഒരു പൊസിഷൻ സ്റ്റെപ്പ് അപ്പ് ചെയ്താണ് ഇറങ്ങിയത്. കാര്യം ഇത് അത്യാവശ്യം റൺ റേറ്റ് വന്നതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ ഇന്ത്യൻ ടീം തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മൂപ്പരെ നേരെ 1 ഡൗൺ, സെക്കൻഡ് ഡൗൺ ആയിട്ട് ഇറക്കി. മൂപ്പര് 6 ഒക്കെ അടിച്ചു. ആസ് യൂഷ്വൽ പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ ഷോട്ട് ഉണ്ടല്ലോ ലെഗ് സ്റ്റമ്പിലേക്കുള്ളത്, അത് പുള്ളി അടിച്ചു. പിന്നെ പുള്ളിക്ക് ആസ് യൂഷ്വൽ ഏതൊരു ബാറ്റ്സ്മാനും പരുങ്ങിപ്പോകുന്ന ഒരു വിക്കറ്റ് ഉണ്ട്, ഒരു ലൈൻ ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ബോൾ ഓഫ് സ്റ്റമ്പിൽ വരുന്നത്, അതിൽ പുള്ളി വീണുപോയി. അല്ലെങ്കിൽ പുള്ളി കളിച്ചാണ് ചിലപ്പോൾ ഇന്ന്. കാര്യം ലാസ്റ്റ് 2 കളിയൊക്കെ പുള്ളി നന്നായിട്ട് കളിച്ചാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ലോകത്തിലെ നമ്പർ 1 2020 ബാറ്റ്സ്മാൻ അല്ലേ, അത് പുള്ളി കളിക്കും. ഇന്നത്തെ പരീക്ഷണം പാളിപ്പോയെന്നേ ഉള്ളൂ. അതല്ലേലും ആവശ്യമുള്ള സമയത്ത് ഇവന്മാരെയൊന്നും ഒരു കാര്യത്തിൽ നമുക്ക് ഗുണം ഉണ്ടാകാറില്ല. അത് എന്താണെന്നറിയില്ല, ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ അവസ്ഥ അടുത്ത കളികൾക്കൊന്നും വരാണ്ടിരിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ വിശ്വസനാണ്. ഹാർദിക് പാണ്ഡ്യയും അഷ്കർ പട്ടേൽ, ഞാൻ ഈ വേൾഡ് കപ്പ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന 1-2 കാര്യങ്ങൾ. നമ്മുടെ ഡൗൺ ലൈൻ ബാറ്റ്സ്മാൻമാരെല്ലാം കൊള്ളാം. മെയിനായിട്ട് അവിടെ വരുന്നത് ഹാർദിക് പാണ്ഡ്യ, അഷ്കർ പട്ടേലിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അഷ്കർ പട്ടേലിന് വേണ്ടത്രം ഒരു ബഹുമാനമോ കരുതലോ ഇന്ത്യൻ ടീമിൽ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ്. പക്ഷെ കിട്ടുന്നുണ്ട്. ഇപ്പം അതിന് മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ടീമിലുണ്ടായിരിക്കണം. പുള്ളിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. പുള്ളി അടിപൊളി ഒരു മനുഷ്യനാണ്. 2020 കളിക്കും, ടെസ്റ്റ് കളിക്കും, 1 ഡേ കളിക്കും. നല്ലൊരു ഓൾറൗണ്ടറാണ്, നല്ല ഫീൽഡറാണ്, നല്ലൊരു ബാറ്റ്സ്മാനാണ്. എസ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അസറ്റാണ്. ഇന്ത്യൻ ടീമിൽ ഇപ്പം നിലവിൽ അധികം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ, നമുക്ക് പ്രൊഫഷണൽ ബാറ്റ്സ്മാൻമാർ അധികം ഇല്ല. അതുകൊണ്ട് തന്നെ അഷ്കർ പട്ടേലിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയാൻ കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാനോട്ടുള്ള കളിയാണ് തോന്നുന്നു, ഫസ്റ്റ് ടോപ്പ് ഓർഡേഴ്സ് പെട്ടെന്ന് പോയ സമയത്ത് അഷ്കറിനെ സെക്കൻഡ് ഡൗൺ ആയിട്ട് ഇന്ത്യൻ ടീം ഇറക്കിയായിരുന്നു. കാര്യം അദ്ദേഹത്തിന് സെക്കൻഡ് ഡൗൺ ഇറക്കാം, മിഡിൽ ഓർഡറിൽ ഇറക്കാം, ഡൗൺ ലൈനിൽ ഇറക്കാം. അങ്ങനെ ഏത് പൊസിഷനിൽ ഇറക്കിയാലും വിക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വിക്കറ്റ് പോകുന്ന ഒരു ഫ്ലാറ്റ് പിച്ച്, ഒരു പിച്ചാണെങ്കിൽ പോലും, ഒരു ഡ്രൈ പിച്ച് ആണെങ്കിൽ പോലും ആ പിച്ചുകളിൽ, അല്ലെങ്കിൽ ഒരു വെറ്റ് പിച്ചാണെങ്കിൽ പോലും ആ പിച്ചുകളിൽ അഷ്കർ പട്ടേൽ ആ വിക്കറ്റ് പോകുന്ന ഒരു ടെൻഡൻസി കുറച്ച് നിർത്തി വിക്കറ്റ് അവിടെ ഒന്ന് കീപ്പ് ചെയ്ത് ശാന്തമായിട്ട് ടീമിൻ്റെ റൺസ് ഉയർത്താൻ സാധ്യതയുള്ളൊരു ബാറ്റ്സ്മാനാണ്. ഇന്ത്യൻ ടീമിൽ നിലവിൽ ഇപ്പം സമീപകാലത്ത് നമ്മൾ കണ്ടതിൽ ഇന്ത്യൻ ടീം എത്രയോ വിക്കറ്റ് ഡ്രോപ്പായി പോകുന്ന സമയത്തും ആ ഡ്രോപ്പിങ്ങിനെ ഒന്ന് പിടിച്ചു നിർത്തി ഇന്ത്യൻ ടീമിനെ ഒന്ന് ബാലൻസ് ചെയ്യിച്ച് തിരിച്ചു വരാൻ കെൽപ്പുണ്ടെന്ന് തോന്നിക്കണ 1-2 ബാറ്റ്സ്മാൻമാർ. ഒന്ന് ഹാർദിക് പാണ്ഡ്യയാണ്. ധോണിക്ക് ശേഷമാണ് പറയുന്നത്. ധോണി ഉണ്ടെങ്കിൽ ധോണി തന്നെയാണ്. ധോണിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ, അതിന് ശേഷം അഷ്കർ പട്ടേലാണ്. പുള്ളി അവിടെ നിന്ന് പുള്ളിയുടെ ഒരു മനസ്സിൻ്റെ ശാന്തത അങ്ങനത്തെ ഒരാളാണെന്ന് തോന്നുന്നു.
ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്പിരിറ്റോ കാണികളുടെ ആരവങ്ങളോ ഒന്നും പുള്ളിനെ ബാധിക്കില്ല. അപ്പോൾ മൊത്തത്തിലുള്ളൊരു പുറമേയുള്ള ടെൻഷനൊന്നും പുള്ളിനെ ബാധിക്കില്ല. പുള്ളിയുടെ ശാന്തനായിട്ട് ഇത് സ്കോർ ഉയർത്താനും ആ ഒരു ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് അതിലൂടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ്. അപ്പോൾ അഷ്കർ പട്ടേലിനെ പറ്റി ഇത് പറയാണ്ട് ഇത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അഷ്കർ പട്ടേൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പോൾ ഈ ഡൗൺ ലൈനിൽ അഷ്കർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യയും വരുന്നതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡേഴ്സ് ബാറ്റ്സ്മാൻമാർ ഏകദേശം 8 ബാറ്റ്സ്മാൻമാരാണ്. അപ്പോൾ 7ാമത്തതും 8ാമത്തതൊക്കെയാണ് ഈ പറഞ്ഞ ആൾക്കാർ, ഹാർദിക് പാണ്ഡ്യ, അഷ്കർ പട്ടേൽ. ഇപ്പോൾ ബാക്കി 6 പേർക്കും നല്ല ഈസി ആയിട്ട് കളിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവരാണ് ഡൗൺ ലൈനിലുണ്ടെന്നുള്ളത് വിചാരിച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ല ടോട്ടലി പടുത്തുയർത്താൻ പറ്റും. നിലവിലെല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ശിവൻ ദുബെയുടെ കേസ് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, പുള്ളി കളിക്കുമെന്ന് വിചാരിക്കാം. 2020 അല്ലേ, ഏതൊരു രണ്ടിനും അടകോടനും കളിച്ച് കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓക്കെ, നമ്മുടെ ബോളേഴ്സ് ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നത്തെ 6 ഒക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം ഇന്നൊരു ബാറ്റിംഗ് പിച്ച് തന്നെയായിരുന്നു. എല്ലാ ബാറ്റ്സ്മാൻമാരും അത്യാവശ്യം കളിച്ചിട്ടുണ്ട് എക്സെപ്റ്റ് സൂര്യകുമാർ യാദവ്. ബാക്കി എല്ലാവരും ബാറ്റിംഗ് പിച്ചിന്റെ ആനുകൂല്യം മുതലെടുത്തു എന്ന് തന്നെ പറയാം. 2, 3 6 ഒക്കെ വെച്ച് എല്ലാവരും അടിച്ചിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ അടിച്ചിട്ടുണ്ട്. ഏകദേശം 27 ബോളിൽ നിന്നൊക്കെ 50 അടിച്ചു. ലാസ്റ്റ് ബോളിൽ ഞാൻ വിചാരിച്ചില്ല പുള്ളി ആ 50 റൺസ് എടുക്കും എന്നുള്ളത്. ഏകദേശം 46 നിന്ന സമയത്താണ് പുള്ളി യോർക്കർ ബോളിൽ ആ ഒരു ബാറ്റ് ഫേസ് വെച്ച് കൊടുത്ത് ഒരു അപ്പർ ഡ്രോപ്പ് അവിടെ ചെയ്തത്. എന്തായാലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബോളിങ്ങിൽ വരുമ്പോൾ നമുക്ക് ബോളിങ്ങിൽ അതിശക്തമായ നമ്മുടെ ബുംറ നേതൃത്വത്തിലാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത്. ബുംറ തകർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ബോളേഴ്സ് ഉണ്ട്. ഇപ്പോൾ രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടറാണ്, അക്ഷർ പട്ടേൽ ഓൾറൗണ്ടറാണ്, ഹാർദിക് പാണ്ഡ്യ മീഡിയം പേസറാണ്. ഇപ്പോൾ 2 മെയിൻ പേസറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയും. അതിൻ്റെ കൂട്ടത്തിൽ പാർട്ണറായിട്ട് ഹാർദിക് പാണ്ഡ്യനെ ഉപയോഗിക്കുന്നുണ്ട് മീഡിയം പേസറായിട്ട്. അത് നല്ലൊരു തീരുമാനം. അപ്പോൾ 3 ഫേസർമാരും, അഷ്കർ പട്ടേൽ ഒരു സ്പിന്നർ, ശിവം ദുബെ സ്പിന്നർ, രവീന്ദ്ര ജഡേജ സ്പിന്നർ ആൻഡ് ഓൾറൗണ്ടർ. ഈ പറഞ്ഞ സ്പിന്നർമാരെല്ലാവരും ഓൾറൗണ്ടർ കൂടിയാണ്. നല്ല ടീം സന്തുലിതമായ ഭയങ്കര നല്ലൊരു സെറ്റ് ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ വിജയിപ്പിക്കാനുള്ള നല്ലൊരു ക്യാപ്റ്റൻസി കൂടി ഉണ്ടെങ്കിൽ സംഭവം കയറി പോവും, കപ്പ് എടുക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ വിചാരം. അപ്പോൾ അതേപോലെ ഇന്നത്തെ കാര്യങ്ങൾ അത് തന്നെയായിരുന്നു. അത്യാവശ്യം ഇത്ര 196 റൺസൊക്കെ ചേസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ത്യക്ക് നിലവിലത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ബോളേഴ്സിൻ്റെ അടുത്ത്. ആദ്യമൊക്കെ അവരടിക്കുമായിരിക്കും, പക്ഷേ ജസ്പ്രീത് ബുംറയുടെ ഇപ്പൊ ഈ എല്ലാ കളിയിലും പുള്ളി ബുംറ കൊടുത്തിരിക്കുന്ന റൺസ് എന്ന് പറയുന്നത് 4 ഓവറിൽ 15 താഴെയാണ് ഒട്ടുമിക്ക കളിയിലും കൊടുത്തിരിക്കുന്നത്. വിക്കറ്റ് എടുത്തതോ ഇല്ല എന്നുള്ള വിഷയം, വിക്കറ്റ് എടുത്തിട്ടുണ്ട്, മനസ്സമാച്ചൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 15 താഴെയാണ് പുള്ളി റൺസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് തന്നെ നമുക്ക് നല്ലൊരു ശുഭസൂചനയാണ്. പുള്ളിയുടെ ആ ഒരു ഓവർ പിടിച്ചവിടെ നിർത്തണം എന്ന് പറഞ്ഞത് 2020 അത് നല്ല അടിപൊളിയാണ്. ബാക്കിയുള്ളവർക്ക് ആ സാഹചര്യം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കുൽദീപ് യാദവ് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. കുൽദീപ് ഒരു പ്രൊഫഷണൽ സ്പിന്നർ തന്നെയാണ്. അപ്പോൾ ഏത് നിമിഷവും കുൽദീപിൻ്റെതായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് കിട്ടും. ഏത് നിമിഷം ജസ്പ്രീതിൻ്റെതായിട്ടുള്ള ബ്രേക്ക് ത്രൂ കിട്ടാറുണ്ട്. പിന്നെ ഏത് നിമിഷം വിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയുടെ ബോൾ എന്ന് പറയുന്നത് പേസായിട്ടും മീഡിയം പേസായിട്ടും ബൗൺസും സ്ലോയും എല്ലാം കൂടി അറിയുന്നതുകൊണ്ട് എന്തായാലും വിക്കറ്റ് കിട്ടും. പുള്ളിക്ക് ഒരു ഗ്യാരണ്ടീഡ് വിക്കറ്റ് ഒരു പേസർ, മീഡിയം പേസറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഈ രീതിക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഇതേപോലെ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ ആവശ്യമില്ലാണ്ട് വിക്കറ്റ് വലിച്ചെറിയുന്ന പരിപാടികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഇന്ന് കോഹ്ലി കളഞ്ഞ വിക്കറ്റും ഇന്ന് ഋഷഭ് പന്ത് കളഞ്ഞ വിക്കറ്റും അതത്രയും കുറച്ചും കൂടിയൊക്കെ അത് ആവശ്യം ഉണ്ടായിരുന്നു, അതങ്ങനെയൊക്കെ ഷോട്ടുകൾ കളിക്കേണ്ടിയിരുന്നു എന്നുള്ളത് സംശയമാണ്. എങ്കിലും ഓക്കെ, അടിപൊളി, അത്രേ പറയാനുള്ളത്. ഇനി വരാൻ പോകുന്ന എനിക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് ഓസ്ട്രേലിയ ആയിട്ടുള്ള കളിയാണ്. അത് ജയിച്ചാലും തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ 2 കളി ജയിച്ചുകൊണ്ട് ഇനി ബാക്കി ടീമിൻ്റെ കളികളും കൂടി ഡിപ്പെൻഡഡ് ആണ്. അടുത്ത സെമിയാണ്, അതിനുശേഷം നമുക്ക് ഫൈനലാണ്. അപ്പോൾ അടുത്ത മാച്ച് ഇങ്ങനെയൊന്നുമല്ല, ജയിച്ചേ പറ്റുള്ളൂ, വേറെ ഒരു പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ടീമിൽ നിന്ന് ഇന്ത്യ ഓസ്ട്രേലിയയും കൂടി വരാണ്ടിരിക്കട്ടെ. ഓസ്ട്രേലിയ വന്നാലും കുഴപ്പമില്ല, ഫൈനലിലായിരിക്കും നമ്മൾ അവരെ നേരിടുന്നത്. 2020 ആയതുകൊണ്ട് പിന്നെ നമുക്ക് ജയസാധ്യതയുണ്ട്. സെമിയിലൊക്കെ അവരെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവി പണിയാണ്. ശരി എന്നാൽ ബൈ.